എംഫേവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം, അതിപ്പോൾ പ്രിലിമിനറി ആയിക്കോട്ടെ മെയിൻസ് ആയിക്കോട്ടെ, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഫോർമേഷൻ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺഫറൻസസ്, അതിന് നേതൃത്വം നൽകിയിട്ടുള്ള വേൾഡ് ലീഡേഴ്സ്, പിന്നെ പൊതുവായിട്ട് യുഎന്നുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ചില കാര്യങ്ങൾ, അത് PSC മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ യുഎൻ്റെ ഫോർമേഷൻ, ജസ്റ്റ് ബേസിക് സ്ട്രക്ചർ മാത്രമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ട് എംഫേവർ ലേണിംഗ് ആപ്പിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. അല്ലാത്ത പക്ഷം എംഫേവർ കേരള PSC എന്ന ടെലഗ്രാം ചാനൽ സന്ദർശിച്ചുകൊണ്ട് ജോയിൻ ചെയ്യാം, അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, സോ UNO അഥവാ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, മലയാളത്തിൽ നമ്മൾ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയും. ഐക്യരാഷ്ട്ര സംഘടന. അപ്പോ ശ്രദ്ധിക്കാം, ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടന അത് UNO ആണ്, അഥവാ ഐക്യരാഷ്ട്ര സംഘടനയാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രണ്ടാം ലോക മഹായുദ്ധാനന്തരം ലോക സമാധാനം നിലനിർത്തുന്നതിനായി വേണ്ടിയാണ് ഐക്യരാഷ്ട്ര സംഘടന രൂപവൽക്കരിക്കപ്പെട്ടത്. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ സ്കൂളുകളിലും മറ്റുമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ വളരെ നേരത്തെ തന്നെ അതൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്, മീൻസ് പുതുക്കിയതാണ് അല്ലെ. 1939 സെപ്റ്റംബർ 1 ആരംഭിച്ച് 1945 സെപ്റ്റംബർ 2 അവസാനിച്ചു. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അല്ലെ, 6 വർഷമാണ് രണ്ടാം ലോക മഹായുദ്ധം നിലനിന്നിരുന്നത്. അപ്പോൾ രണ്ടറ്റങ്ങൾ തമ്മിലാണ് യുദ്ധമുണ്ടായത്. ഒരിടത്ത് അലൈഡ് പവേഴ്സിൽ ആരൊക്കെയാ ഉള്ളത്? ബ്രിട്ടൻ, ഫ്രാൻസ്, USA, സോവിയറ്റ് യൂണിയൻ അല്ലേ. ഇപ്പുറത്ത് ആക്സിസ് പവേഴ്സ് എന്ന് പറയുമ്പോൾ ആരാ? ഹിറ്റ്ലറിന്റെ ജർമ്മനി അല്ലെ, മുസോളിനിയുടെ ഇറ്റലി, പിന്നെ ജപ്പാൻ. ഓക്കെ, ഇതായിരുന്നു രണ്ട് വിഭാഗങ്ങൾ. ഇവർ തമ്മിലുള്ള യുദ്ധത്തിന് ശേഷം ലോക സമാധാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി രൂപവൽക്കരിക്കപ്പെട്ട അന്താരാഷ്ട്ര സംഘടനയാണ് UNO എന്നുള്ളതാണ്. അത് PSC ഒരു സ്റ്റേറ്റ്മെന്റ് രൂപേണ ചോദിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ജസ്റ്റ് നമ്മൾ ഇവിടെ ഒന്നും കൂടെ ഒന്ന് ഉറപ്പിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, ശരി. ഇനി അടുത്തത് സംഘടന നിലവിൽ വന്ന വർഷമാണ് 1945 ഒക്ടോബർ 24. ഈ ഡേ തന്നെയാണ് UN ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏതൊരു സംഘടനയും പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചാർട്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു എഴുതി വെച്ച നിയമസംഹിത ഉണ്ടാവും അല്ലെ. സോ അത്തരത്തിൽ UN വേണ്ടി ഒരു ചാർട്ടർ തയ്യാറാക്കപ്പെടുകയും ആ ചാർട്ടറിന്റെ ഭാഗമായിട്ടുള്ള പ്രൊവിഷൻസ് അഥവാ വ്യവസ്ഥകൾ നിലവിൽ വന്ന വർഷം ദിനം കൂടിയാണ് 1945 ഒക്ടോബർ 24. അതേ ദിവസം തന്നെ UN എന്ന അന്താരാഷ്ട്ര സംഘടനയും നിലവിൽ വന്നു 1945 ഒക്ടോബർ 24. അതിനാൽ UN ഡേ ആയിട്ടാണ് ഇത് ആചരിക്കുന്നത്. 2024 UN ഡേ തീം അഥവാ പ്രമേയം എന്ന് പറയുന്നത് റീബിൽഡിംഗ് ട്രസ്റ്റ് ആൻഡ് റീഇഗ്നിറ്റിംഗ് ഗ്ലോബൽ സോളിഡാരിറ്റി. എന്താണ് റീബിൽഡിംഗ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ? വിശ്വാസം പുനർനിർമ്മിക്കുക. അതുപോലെ റീഇഗ്നിറ്റിംഗ് ഗ്ലോബൽ സോളിഡാരിറ്റി, അതായത് അന്താരാഷ്ട്ര ഐക്യദാർഢ്യം. റീഇഗ്നിറ്റി അതായത് ഒന്ന് പുനഃസ്ഥാപിക്കുക എന്ന അർത്ഥമാണ് അവിടെ വരുന്നത്. റീഇഗ്നിറ്റിംഗ് എന്ന് പറഞ്ഞാൽ പുനഃസ്ഥാപിക്കുക. അപ്പൊ ഇത്തരത്തിൽ റീബിൽഡിംഗ് ട്രസ്റ്റ് ആൻഡ് റീഇഗ്നിറ്റിംഗ് ഗ്ലോബൽ സോളിഡാരിറ്റി, ഐക്യദാർഢ്യം, അന്താരാഷ്ട്ര ഐക്യദാർഢ്യം, ഇത്
2024 UN ഡേയുടെ തീം അഥവാ പ്രമേയമായിരുന്നു. ഓക്കെ, ഈ കഴിഞ്ഞ UPSC എക്സാമിന് ചോദിച്ചതാണ്. ഇനി ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂയോർക്കാണ് ആസ്ഥാനം. അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഈ പറയുന്ന സംഘടന സ്ഥിതി ചെയ്യുന്നത്. ഇനിയാണ് PSC എന്നല്ല UPSC പരീക്ഷകളിൽ പോലും മറ്റ് സംസ്ഥാന പരീക്ഷകളിലും ചോദിച്ച് ഇതുവരെയും കൊതിതീരാത്ത ഒരു ചോദ്യമാണ്. സംഘടനയുടെ രൂപവൽക്കരണത്തിന് കാരണമായ ഉടമ്പടി എന്ന് പറയും. ഉടമ്പടി അഥവാ എഗ്രിമെന്റ്. അത് 1941 അറ്റ്ലാന്റിക് ചാർട്ടർ ആണ്. എന്താണെന്ന് നോക്കാം. 1941 ഓഗസ്റ്റ് 14 രണ്ടാം ലോക മഹായുദ്ധ സമയമാണ്. നിങ്ങൾക്കറിയാം, 1939 ആരംഭിച്ച് 45 അവസാനിച്ചു സെക്കൻഡ് വേൾഡ് വാർ. അപ്പോ ഈ പറയുന്ന 1941 ഓഗസ്റ്റ് 14 ന്യൂ ഫൗണ്ട് ലാൻഡിൽ നടന്ന യോഗത്തെ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലും സംയുക്തമായി പുറത്തിറക്കിയ ഒരു പ്രഖ്യാപനമാണ് അറ്റ്ലാന്റിക് ചാർട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ഈ പറയുന്ന അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും സോവിയറ്റ് യൂണിയനും ചൈനയും ഒക്കെ ഒരു പക്ഷത്തായിരുന്നു. അലൈഡ് പവേഴ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സ്വന്തം സർക്കാരിനെ തിരഞ്ഞെടുക്കാനുള്ള ജനങ്ങളുടെ അവകാശം, പ്രാദേശിക അതിർത്തികളുടെ സുരക്ഷ, വ്യാപാര നിയന്ത്രണങ്ങൾ ലഘൂകരിക്കൽ. അതായത് വ്യാപാര നിയന്ത്രണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ട്രേഡ് റെഗുലേഷൻസ് ഒക്കെ ഒന്ന് കുറച്ചു കൊണ്ടുവരിക രാജ്യങ്ങൾക്കിടയിൽ. യുദ്ധാനന്തര നിരായുധീകരണത്തിന് ഉള്ള അപേക്ഷ. അതായത് നിരായുധീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസാർമമെന്റ്. അതായത് ഈ ആംസും മറ്റുമെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്, ഉപയോഗിക്കുന്നതെല്ലാം കുറച്ചുകൊണ്ട് വരിക എന്നിവ ആണ് ചാർട്ടറിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ 1941 ഇത്തരത്തിലൊരു അറ്റ്ലാന്റിക് ചാർട്ടറിന് അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലും കൂടി ചേർന്നിട്ടാണ് എന്തെന്ന് പറയുന്നത്, ഇത്തരത്തിലൊരു ചാർട്ടർ കൊണ്ടുവരികയും യുദ്ധാനന്തരം നമ്മുടെ ലോകം ആഗ്രഹിക്കേണ്ടതും കാംക്ഷിക്കേണ്ടതും ഇതാണെന്നുള്ളത് ചാർട്ടറിൽ അടയാളപ്പെടുത്തുകയും ചെയ്തു. ഐക്യരാഷ്ട്ര സംഘടന സ്ഥാപിക്കുന്നതിനുള്ള ആദ്യ സുപ്രധാന ഘടകങ്ങളിൽ ഒന്നായിട്ടാണ് അറ്റ്ലാന്റിക് ചാർട്ടറിനെ കരുതപ്പെടുന്നത്. ഓക്കെ, അപ്പോ ഇതുകൊണ്ട് തന്നെ ഈ അറ്റ്ലാന്റിക് ചാർട്ടറിന് നേതൃത്വം നൽകിയ രണ്ട് നേതാക്കളും കൂട്ടത്തിൽ സോവിയറ്റ് യൂണിയന്റെ അന്നത്തെ അധികാരിയായ ജോസഫ് സ്റ്റാലിൻ, ഇവർ മൂന്ന് പേരുമാണ് UNO അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഐക്യരാഷ്ട്ര സംഘടനയുടെ സ്ഥാപകർ എന്ന് അറിയപ്പെടുന്നത്. ഇവർ മൂന്ന് പേരുമാണ് എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി മറ്റൊരു കാര്യം. അപ്പോൾ നമ്മൾ പഠിച്ചു ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപവൽക്കരണത്തിന് കാരണമായ അറ്റ്ലാന്റിക് ചാർട്ടർ പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1941. ഇനി അതൊരു ഉടമ്പടിയാണ്, എഗ്രിമെന്റ് ആണ് അല്ലെ, കാരണമായ ഉടമ്പടി. ഇനി കാരണമായ സമ്മേളനം, കാരണമായ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എഗ്രിമെന്റ് അറ്റ്ലാന്റിക് ചാർട്ടർ 1941. സമ്മേളനം അഥവാ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ അതിനുള്ള ഉത്തരം മാറും. അത് 1945 യാൾട്ട സമ്മേളനമാണ്. അന്ന് യാൾട്ട ഉക്രൈന്റെ ഒരു ഭാഗമായിട്ട് ആയിരുന്നു. എന്നൊരു സെപ്പറേറ്റ് ഒരു സിറ്റി, ബ്ലാക്ക് സീ അറിയാലോ, ഉക്രൈൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ കാണുന്നതാണ്, റഷ്യയുടെ ഒക്കെ ആ ഒരു ഭാഗത്ത് കാണുന്നതാണ്. മാപ്പ് എടുത്ത് നോക്കിയാൽ അറിയാം, ബ്ലാക്ക് സീ. അവിടുത്തെ ഒരു സിറ്റിയാണ്, ഒരു പുരാതന ഗ്രീക്ക് നഗരമാണ് യാൾട്ട എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന യാൾട്ട സമ്മേളനം 1945 UN ഫോർമേഷന് കാരണമായ സമ്മേളനം എന്ന് ചോദിച്ചാൽ നിങ്ങൾ തെറ്റിപ്പോരുത്. UN ഫോർമേഷന് കാരണമായ ഉടമ്പടി എഗ്രിമെന്റ് എന്ന് ചോദിച്ചാൽ 1941 അറ്റ്ലാന്റിക് ചാർട്ടറും UN രൂപവൽക്കരണത്തിന് കാരണമായ സമ്മേളനം അഥവാ കോൺഫറൻസ് എന്ന് ചോദിച്ചാൽ യാൾട്ട സമ്മേളനം 1945. യാൾട്ട സമ്മേളനത്തിൽ പങ്കെടുത്ത നേതാക്കന്മാർ 3 പേരും UN ഫോം ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള വ്യക്തികൾ, സ്ഥാപക നേതാക്കൾ തന്നെയാണ്. ഒന്നും കൂടി, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, വിൻസ്റ്റൺ ചർച്ചിൽ, അതുപോലെ തന്നെ ജോസഫ് സ്റ്റാലിൻ. ഇനി യാൾട്ട സമ്മേളനത്തിന് മുന്നേ ഈ പറയുന്ന 3 ലോക നേതാക്കളും 1943 നവംബറിൽ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ സമ്മേളിച്ചുകൊണ്ട് യൂറോപ്പിലെയും പസഫിക് സമുദ്രത്തിലെയും യുദ്ധങ്ങളുടെ അടുത്ത ഘട്ടം ഏകോപിപ്പിച്ചിട്ടുണ്ട്.
അത് നമ്മൾ പറയുന്നത് ടെഹ്റാൻ സമ്മേളനം എന്നുള്ളതാണ്. ടെഹ്റാൻ സമ്മേളനം 1943. അത് UN ഫോർമേഷനുമായി ബന്ധപ്പെട്ടതല്ല. നമ്മൾ ഈ ഒരു രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് പ്രധാന കോൺഫറൻസിൽ ഒന്നാണ് ടെഹ്റാൻ കോൺഫറൻസും 1943, മറ്റൊന്ന് ഈ പറയുന്ന യാൾട്ട കോൺഫറൻസ് ആണ് UN ഫോർമേഷന് കാരണമായിട്ടുള്ളത്. അപ്പൊ ടെഹ്റാനിൽ സമ്മേളിച്ചുകൊണ്ട് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ യൂറോപ്പിലെയും അതുപോലെ തന്നെ പസഫിക് സമുദ്രത്തിലും യുദ്ധങ്ങൾ നടക്കുകയാണ്. പസഫിക് സമുദ്രത്തിൽ യുദ്ധം അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് US ആണ്. പസഫിക് സമുദ്രത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു രാജ്യം US ആണ്. അപ്പുറത്ത് ജപ്പാനുണ്ട്. ജപ്പാനും US തമ്മിലാണ് പസഫിക് സമുദ്രത്തിന്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളമായിരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ അടുത്ത ഘട്ട ഏകോപിപ്പിച്ച ഒരു സമ്മേളനമാണ് ടെഹ്റാൻ സമ്മേളനം. ഇനി ഈ യാൾട്ട സമ്മേളനം ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപവൽക്കരണത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അന്തിമ ഘട്ടത്തിലേക്കുള്ള പ്രക്രിയകൾക്ക് തീരുമാനവും നടപ്പിലാക്കി. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഓക്കെയാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ പറയുന്നത് UN ചാർട്ടർ, യുണൈറ്റഡ് നേഷൻസിന്റെ ചാർട്ടർ ഒപ്പുവെച്ച ദിനമാണ് 1945 ജൂൺ 26. 1945 ജൂൺ 26. സോ UN സ്ഥാപക രേഖയാണ് ഈ ചാർട്ടർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഒരു സംഘടനയുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ ആ സംഘടന എങ്ങനെ പ്രവർത്തിക്കണം എന്നതിന്റെ കാര്യവിവരങ്ങൾ വ്യക്തമായി നിർദ്ദേശിക്കുന്ന ഒരു രേഖയാണ് ഈ പറയുന്ന ചാർട്ടർ എന്ന് പറയുന്നത്. 1945 ജൂൺ 26 അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച്, ന്യൂയോർക്ക് അല്ല, സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപനത്തിൽ ഇന്ത്യയിൽ ഉൾപ്പെടെ 50 രാഷ്ട്രങ്ങൾ ചാർട്ടർ ഒപ്പുവെച്ചതിനെ തുടർന്ന് 1945 ഒക്ടോബർ 24 ചാർട്ടർ വ്യവസ്ഥകൾ നിലവിൽ വന്നു. അപ്പോ UN ചാർട്ടറിൽ ഒപ്പുവെച്ച രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയായിരുന്നു. UN ചാർട്ടർ ഒപ്പുവെച്ച ദിവസം അത് തെറ്റരുത്. UN ചാർട്ടർ ഒപ്പുവെച്ചത് സിഗ്നേച്ചർ അല്ലെ, സൈൻഡ് ഓൺ 1945, സൈൻഡ് ഓൺ 26th June 1945. എന്നാൽ UN ചാർട്ടർ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ, UN ചാർട്ടറിലെ വ്യവസ്ഥകൾ നിലവിൽ വന്ന ദിനം ഏതെന്ന് ചോദിച്ചാൽ ഇറ്റ് വാസ് ഓൺ 24th October 1945. ദാറ്റ്സ് വൈ ഈ 24th October നമ്മുടെ UN ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതിന്റെ കാരണം അത് തന്നെയാണ്. ഇനി നമ്മുടെ ഈ പറയുന്ന UN ചാർട്ടറിൽ ഒപ്പുവെച്ച ഇന്ത്യക്കാരൻ ആരാണ് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്, UPSC ചോദിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും ഇപ്പോഴും അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. കാരണം അത് വളരെ റെയർ ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. നമ്മളെപ്പോഴും UN ഫോർമേഷനായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇന്ത്യക്ക് ഒരു സ്ഥാനവും കൽപ്പിക്കപ്പെടാറില്ല. ഇന്ത്യ എന്ന് പറയുന്നത് അതിൻ്റെ വൺ ഓഫ് ദി ഫൗണ്ടർ നേഷൻസ് ആണ് ഇന്ത്യ. ഓക്കെ, അപ്പോ ഈ പറയുന്ന UN ചാർട്ടറിൽ ഒപ്പുവെച്ചു ആർക്കോട്ട് രാമസ്വാമി മുതലിയാർ. ആർക്കോട്ട് രാമസ്വാമി മുതലിയാർ എന്ന് പറയുന്നത് മൈസൂരിന്റെ ദിവാനായിരുന്നു. അത് മാത്രമല്ല UN-ന് 6 UN-ന്റെ ഭാഗമായിട്ട് 6 ഘടകങ്ങളുണ്ട്. UN-ന്റെ 6 ഏജൻസീസ് അല്ല, UN-ന്റെ 6 കമ്പോണൻസ് എന്ന് പറയും അങ്ങനെ. അതായത് ജനറൽ അസംബ്ലി, സെക്യൂരിറ്റി കൗൺസിൽ, ഓക്കെ, എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, സെക്രട്ടേറിയറ്റ്, അങ്ങനെ 6 കമ്പോണൻസ് UN-ന്റെ ഭാഗമായിട്ടുണ്ട്. UN-ന്റെ 6 ഘടകങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഇവയൊക്കെയാണ്. ഏജൻസീസ് അല്ല, UN ഏജൻസീസ് വേറെയാണ്, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞു വരും. ഞാൻ പറയുന്ന UN-ന്റെ 6 ഘടകങ്ങൾ. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് 6ാമത്തേത്. ഓക്കെ, അപ്പോൾ ഇവ 6 UN-ന്റെ ഘടകങ്ങളാണ്. ഈ ഘടകങ്ങളിൽ ഒന്നിന്റെ പ്രഥമ പ്രസിഡന്റും ആർക്കോട്ട് രാമസ്വാമി മുതലിയാരായിരുന്നു. ഏതിന്റെ ആയിരിക്കും? UN എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. UN എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് കൂടിയാണ് ആർക്കോട്ട് രാമസ്വാമി മുതലിയാർ. അപ്പോൾ ഇവരാണ് ഇന്ത്യക്കായിട്ട് ഇതിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ത്യ UN-ന്റെ ഈ ചാർട്ടർ ഒപ്പുവെച്ചു. ആൻഡ് ചാർട്ടറിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് came into force on 24th October 1945, but India became the member of UN on 30 October 1945.
1945 ഒക്ടോബർ 30-നാണ് ഇന്ത്യ ഇതിന്റെ മെമ്പർ ആകുന്നത്. ഓക്കെ, സോ ഫൗണ്ടിങ് മെമ്പേഴ്സ് ആണ്, ഫൗണ്ടിങ് അല്ല, ഫൗണ്ടർ മെമ്പേഴ്സ് ആണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. ഇനി ചാർട്ടറിൽ 19 അധ്യായങ്ങൾ അഥവാ നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ന പാർട്ടുകളുണ്ട്, അല്ലെങ്കിൽ ഓരോ നിയമങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ പോക്സോ നിയമങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഓരോ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതേപോലെ 19 ചാപ്റ്റേഴ്സിൽ ആകെ മൊത്തം 111 ആർട്ടിക്കിളുകൾ ഉൾപ്പെടുന്നതാണ് UN ചാർട്ടർ എന്ന് പറയുന്നത്. സംഘടനയുടെ ലക്ഷ്യം ചാർട്ടർ 1 അധ്യായത്തിൽ ആർട്ടിക്കിൾ 1-ൽ തന്നെ നൽകിയിരിക്കുന്നു. സോ 19 അധ്യായങ്ങളുണ്ട്. അതിൽ അധ്യായം 1 എടുത്തു കഴിഞ്ഞാൽ അധ്യായം 1-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിളിൽ 1 തന്നെയാണ് ഈ പറയുന്ന UN-ന്റെ ലക്ഷ്യം, അഥവാ എന്താണ് UN മുന്നോട്ട് വയ്ക്കുന്ന എന്ന സംഗതിയെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 1 ആണ്. സോ ആർട്ടിക്കിൾ 1 ഈസ് റിലേറ്റഡ് ടു എയിംസ് ഓഫ് UNO. ഒന്നുമല്ല, ഈ അന്താരാഷ്ട്ര സമാധാനം നിലനിർത്തുക, അതുപോലെ തന്നെ രാജ്യങ്ങൾക്കിടയിലുള്ള ട്രേഡും മറ്റുമെല്ലാം സുഗമമാക്കുക, തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 4 എന്ന് പറയുന്നത് UN-ലേക്ക് പുതിയ അംഗങ്ങളെ പ്രവേശിപ്പിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ. സ്വാഭാവികമായിട്ടും നമുക്കിപ്പോ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം UN-ന്റെ അംഗരാജ്യം അല്ല. ഒരു രാജ്യത്തെ UN-ന്റെ അംഗമാക്കി മാറ്റണമെങ്കിൽ ആ രാജ്യത്തിന് പരമാധികാരം ഉണ്ടായിരിക്കണം, സോവറിനിറ്റി. അതില്ലാത്ത രാജ്യങ്ങളെ ഒരിക്കലും UN അംഗമാക്കി എടുക്കത്തില്ല. മനസ്സിലായോ? അപ്പോ പുതിയ രാജ്യങ്ങളെ UN അംഗത്വം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ തയ്യാറാക്കിയിരിക്കുന്നത് UN ചാർട്ടറിലെ ആർട്ടിക്കിൾ 4-ലാണ്. ഓക്കെ, 2-ാം അധ്യായത്തിലാണ് ആർട്ടിക്കിൾ 4 ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി UN-ന്റെ 6 പ്രധാന ഘടകങ്ങളെ കുറിച്ചുള്ളത് ആർട്ടിക്കിൾ 7-ലാണ് പറയുന്നത്. ആർട്ടിക്കിൾ 7 ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഈ പറയുന്ന ഇതൊക്കെ തന്നെ: പൊതുസഭ, ജനറൽ അസംബ്ലി, രക്ഷാസമിതി, സെക്യൂരിറ്റി കൗൺസിൽ, സാമ്പത്തിക സാമൂഹിക സമിതി, എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, അതിന്റെ ആദ്യ പ്രസിഡന്റാണ് ആർക്കോട്ട് രാമസ്വാമി മുതലിയ, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, സെക്രട്ടേറിയറ്റ്. ഇതാണ് UN-ന്റെ 6 മെയിൻ കമ്പോണൻസ്. അപ്പൊ അത് ഏതൊക്കെയാണ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 7-ലാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ആർട്ടിക്കിൾ 1 പറയുന്നത് ആകെ മൊത്തം 19 അധ്യായങ്ങളിൽ 111 ആർട്ടിക്കിളുകൾ ഉൾപ്പെടുന്നു, അല്ലെ? 19 ചാപ്റ്റേഴ്സ്, 111 ആർട്ടിക്കിൾസ്. അതിൽ നമ്മൾ എല്ലാ ആർട്ടിക്കിളും പഠിക്കേണ്ട. ആർട്ടിക്കിൾ 1 UN-ന്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 4 എന്ന് പറയുന്നത് UN-ലേക്ക് ഒരു പുതിയ രാജ്യത്തെ കൂട്ടിച്ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ. ആർട്ടിക്കിൾ 7 എന്ന് പറയുന്നത് UN-ന്റെ 6 ഘടകങ്ങളെ കുറിച്ചാണ് പറയുന്നത്, 6 മെയിൻ കമ്പോണൻസ്. ഓക്കെ, ശരി. സോ UN-ൽ ആകെ 19 അധ്യായങ്ങളാണുള്ളത്. അധ്യായം 4 പൊതുസഭയെക്കുറിച്ചും, അധ്യായം 5 രക്ഷാസമിതി, അധ്യായം 10 സാമ്പത്തിക സാമൂഹിക സമിതി, അധ്യായം 13 ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, അധ്യായം 14 അന്താരാഷ്ട്ര നീതിന്യായ കോടതി, അധ്യായം 15 സെക്രട്ടേറിയറ്റ്. നമുക്ക് ഓരോ ഘടകങ്ങളെക്കുറിച്ചും വെവ്വേറെ പഠിക്കേണ്ടി വരും കേട്ടോ, വെവ്വേറെ പഠിക്കേണ്ടി വരും. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കമ്പോണന്റുകളും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലായിടത്തുനിന്നും PSC ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സോ അധ്യായങ്ങൾ നോക്കിക്കൊള്ളുക. അധ്യായം 4, 5 ഓർത്തു വയ്ക്കാം. 4 പൊതുസഭ, ജനറൽ അസംബ്ലി, 5 രക്ഷാസമിതി അഥവാ സെക്യൂരിറ്റി കൗൺസിൽ. എന്നിട്ട് വരുന്നത് 10 ആണ്. 5-ന്റെ ഇരട്ടി 10 സാമ്പത്തിക സാമൂഹിക സമിതി, എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. അതിനുശേഷം വരുന്നത് 13, 14, 15 ഇങ്ങനെ അടുത്തടുത്തായിട്ട് വരും, അല്ലെ? കൺസിക്യൂട്ടീവ് ആയിട്ട് വരും. ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ ആണ് 13, 14 അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, 15 സെക്രട്ടേറിയറ്റ്. ഇവയാണ് UN-ന്റെ 6 പ്രധാന ഘടകങ്ങളെന്നും നമ്മൾ പഠിച്ചു. അപ്പോൾ UN-ന്റെ 6 ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന UN ചാർട്ടറിലെ ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 7. എന്നാൽ ഇവയുടെ അധ്യായങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ അധ്യായങ്ങളായിട്ട് എടുത്തു പറയാം. അധ്യായം 4-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജനറൽ അസംബ്ലി, അധ്യായം 5-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെക്യൂരിറ്റി കൗൺസിൽ, അധ്യായം 10-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ,
അധ്യായം 13 ഉൾപ്പെടുത്തിയിരിക്കുന്നത് ട്രസ്റ്റിഷിപ്പ്, അധ്യായം 14 ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അധ്യായം 15 ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെക്രട്ടേറിയറ്റ്. ഓക്കെ, ശരി. അപ്പോൾ അധ്യായങ്ങളിൽ 19 അധ്യായങ്ങളിൽ ആകെ മൊത്തം 111 ആർട്ടിക്കിളുകളാണ് ഈ പറയുന്ന UN ചാർട്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓർത്തിരിക്കാം. ഇനി സംഘടനയുടെ ഔദ്യോഗിക ഭാഷകൾ അഥവാ ഒഫീഷ്യൽ ലാംഗ്വേജസ് വന്നിട്ട് 6 എണ്ണമാണ്. ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്, സ്പാനിഷ്, ചൈനീസ് മാൻഡറിൻ, അതുപോലെ തന്നെ അറബിക്. അപ്പോൾ വീറ്റോ അധികാരം നമ്മൾ പഠിക്കും, സെക്യൂരിറ്റി കൗൺസിൽ പഠിക്കുമ്പോൾ വീറ്റോ അധികാരത്തെ കുറിച്ചൊക്കെ പഠിക്കും. വീറ്റോ അധികാരമുള്ള രാജ്യങ്ങളിൽ സംസാരിക്കുന്ന ഭാഷകളായ ഫ്രഞ്ച്, റഷ്യ അവരുടെ ഔദ്യോഗിക ഭാഷകൾ, ഇംഗ്ലീഷ് അല്ലെ, ഇപ്പൊ ചൈനീസ് മാൻഡറിൻ. എന്നാൽ ഈ UN വീറ്റോ അധികാരമില്ലാത്ത രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷകൾ അല്ലെ പറയുന്ന സ്പാനിഷ്, അറബിക് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതും കൂടെ നോക്കിക്കോളാം കേട്ടോ. പലപ്പോഴും സ്പാനിഷ് നമ്മൾ വിട്ടുപോകാറുണ്ട്. അറബിക് 1973 ഔദ്യോഗിക ഭാഷയായിട്ടുണ്ട്. കാരണം ഈ എണ്ണ കയറ്റുമതി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളുടെ അപ്രമാദിത്വം ആ കാലഘട്ടത്തിൽ വലുതായിരുന്നു. US പോലും അംഗീകരിച്ചു കൊടുത്തത്. ഓക്കെ, ഒടുവിൽ ഗൾഫ് യുദ്ധമൊക്കെ വന്നപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ കാര്യമായ ബുദ്ധിമുട്ട് സംഭവിച്ചു. കാരണം ഓയിൽ എക്സ്പോർട്ടിംഗ് നേഷൻസ് ആണല്ലോ. സ്വന്തമായിട്ട് ഈ പറയുന്ന പ്രകൃതിവാതകവും മറ്റ് ഷെയിൽ ഗ്യാസും എല്ലാം സ്വന്തമായിട്ട് മൈൻ ചെയ്ത് നിർമ്മിച്ചെടുക്കാനുള്ള കാര്യത്തിലേക്ക് പിന്നീട് അമേരിക്ക പോയതും ഈ ഗൾഫ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അന്താരാഷ്ട്ര തലത്തിൽ എണ്ണയിന്മേൽ എണ്ണ കയറ്റുമതിയൊക്കെ കുറയുകയും ഈ പറയുന്ന പ്രൈസും ഒക്കെ വലിയ രീതിയിൽ വർദ്ധിച്ചു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇപ്പോൾ ഈ പറയുന്ന അറബി രാഷ്ട്രങ്ങളുടെ അപ്രമാദിത്വം അന്നത്തെ പോലെ ഒന്നുമില്ല. കാരണം ഇന്ന് അതിനൊക്കെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള മറ്റ് പല കാര്യങ്ങൾ, ഇപ്പോൾ US ആണെങ്കിൽ ഷെയിൽ ഗ്യാസ് കാര്യമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലെ, പല രാജ്യങ്ങളും കണ്ടെത്തി കഴിഞ്ഞു. ഇനി UN പതാകയുടെ നിറം എന്ന് പറയുന്നത് ഇളം നീലയാണ്, ഇളം നീല. ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് സർവ്വരാജ്യ സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻസ് ആണ്. ലീഗ് ഓഫ് നേഷൻസിനെ പറ്റി നമ്മൾ ഫസ്റ്റ് വേൾഡ് വാർ പഠിക്കുമ്പോൾ അവിടെ ഡിസ്കസ് ചെയ്യും. ലീഗ് ഓഫ് നേഷൻസ് അഥവാ സർവ്വരാജ്യ സഖ്യം, അതായത് UN-ന്റെ പ്രെഡിസിസർ എന്ന് പറയാം, UN-ന്റെ മുൻഗാമി എന്ന് പറയാം. കാരണം നമുക്ക് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒന്നാം ലോക മഹായുദ്ധത്തിലും തോറ്റു. തുടർന്ന് 1919-20 കാലഘട്ടങ്ങളിൽ പാരീസ് സമാധാന സമ്മേളനം നടക്കുകയും ആ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ലോക രാജ്യങ്ങൾക്കിടയിൽ സമാധാനം നിലനിർത്തുക തുടങ്ങിയുള്ള ഒട്ടനവധി വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി രൂപപ്പെട്ട ഒരു സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻസ്. 1920 ജനുവരി 10 ആസ്ഥാനം വന്നിട്ട് ജനീവ. ഓക്കെ, ഇനി ഐക്യരാഷ്ട്ര സംഘടന എന്ന പേര് നൽകിയിരിക്കുന്നത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് തന്നെയാണ്. ഇതിന്റെ സ്ഥാപകൻ കൂടിയാണ്. 3 പേരിൽ ഒരാളാണ് അദ്ദേഹം. നിലവിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 193. ആരംഭഘട്ടത്തിൽ അംഗരാജ്യങ്ങളുടെ എണ്ണം ഇന്ത്യ ഉൾപ്പെടെ 51. അംഗമായ അവസാന രാജ്യം സൗത്ത് സുഡാൻ, ആഫ്രിക്കൻ രാജ്യമാണ്, 2011. സംഘടനയിൽ ഇന്ത്യ അംഗമായ വർഷം 1945 ഒക്ടോബർ 30. സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരേ ഒരു രാജ്യം എന്ന് പറയാം. എന്തുകൊണ്ട് തായ്വാൻ സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ വർഷം 1971 ഈ UPSC-യിലൊക്കെ ഇന്റർനാഷണൽ റിലേഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ UPSC സിവിൽ സർവീസിലാണ് ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഭാഗം പഠിക്കാനുള്ളത്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് 1971 തായ്വാനെ UN-ന്റെ ജനറൽ അസംബ്ലി UN അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. UN ജനറൽ അസംബ്ലി, UN പൊതുസഭ തായ്വാനെ UN അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. അതിന് കാരണം എന്താ? നമ്മുടെ ഈ ചൈന എന്ന് പറയുന്ന ഇഷ്യൂ തന്നെയാണ് ഇവിടെ വരുന്നത്. തായ്വാൻ എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ് അറിയപ്പെടുന്നത്. റിപ്പബ്ലിക് ഓഫ് ചൈന.
നമുക്ക് നമ്മുടെ ഈ സെക്കൻഡ് വേൾഡ് വാറിന്റെ ഒക്കെ സമയത്ത് റിപ്പബ്ലിക് ഓഫ് ചൈനയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. റിപ്പബ്ലിക് ഓഫ് ചൈന, അതായത് ചൈനീസ് ടെറിട്ടറിയുടെ സോവർണിറ്റി, പരമാധികാരം ഉണ്ടായിരുന്നത് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നുള്ളത് കൊണ്ട് തന്നെയാണ് റിപ്പബ്ലിക് ഓഫ് ചൈന അഥവാ തൈവാന് UN അംഗത്വം ലഭിച്ചത്. തുടർന്ന് റിപ്പബ്ലിക് ഓഫ് ചൈനയല്ല, പകരം പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന, അതായത് ഇന്നത്തെ യഥാർത്ഥ ചൈനയാണ്, ചൈനീസ് ടെറിട്ടറിയുടെ സോവർണിറ്റി അഥവാ പരമാധികാരമുണ്ട് എന്ന് സ്ഥാപിച്ചെടുത്തതിലൂടെ തൈവാന് അംഗത്വം നഷ്ടപ്പെട്ടു. മനസ്സിലായോ? അപ്പൊ തൈവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ നെയിം റിപ്പബ്ലിക് ഓഫ് ചൈന എന്നുള്ളതാണ്, ROC ആണ്. എന്നാൽ നിലവിലെ നമ്മുടെ ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയാണ്. അപ്പൊ UN ജനറൽ അസംബ്ലി തൈവാനെ പുറത്താക്കിയിട്ട് പറഞ്ഞു, ഇനി മുതൽ UN അംഗത്വം എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നതിന് പകരം പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന, അതായത് ഇന്നത്തെ നമ്മുടെ ചൈന. ഓക്കെ, ദാറ്റ്സ് ഓൾ, അത്രയേ ഉള്ളൂ. തൈവാൻ എന്നിട്ട് ഈ പറയുന്ന 2000 ശേഷമൊക്കെ തൈവാൻ UN മെമ്പർഷിപ്പിന് വേണ്ടി വീണ്ടും വന്നു. ചൈനയല്ലേ, സമ്മതിക്കത്തില്ല. ഓക്കെ, ഇനി അംഗത്വം പിൻവലിച്ച ഏക രാജ്യം ഇന്തോനേഷ്യയാണ്. ശേഷം വീണ്ടും അംഗമായി. അപ്പൊ UN ഇന്റർനാഷണൽ ഇയേഴ്സ് നമുക്കൊന്ന് പഠിക്കണം, കാരണം അത് എപ്പോഴും പരീക്ഷയ്ക്ക് വരാറുണ്ട്. UN ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ വർഷങ്ങളെയും UN ഇന്ന വർഷങ്ങളാണെന്ന് പറഞ്ഞിട്ട് ആചരിക്കാറുണ്ട്. UN കുഴപ്പമില്ല, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓർത്ത് വയ്ക്കാനായിട്ട്. ഇപ്പോൾ PSC അല്ല UPSCയിലും ചോദിച്ചിട്ടുണ്ട്, ആദ്യമായിട്ട് ഇത്തരത്തിൽ UN ഇന്റർനാഷണൽ ഇയർ ആചരിച്ച് തുടങ്ങിയത് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1959-60 കാലഘട്ടമാണ്. 1959-60 ഈ 2 വർഷങ്ങളിലും UN റെഫ്യൂജി ഡേ, ഇന്റർനാഷണൽ റെഫ്യൂജി ഡേ, അതായത് അഭയാർത്ഥികളുടെ വർഷമായിട്ടാണ്. അഭയാർത്ഥികൾ ഈ രാജ്യവും സ്ഥലവും ഒക്കെ നഷ്ടപ്പെട്ട് മറ്റ് എവിടെയും പോകാനില്ലാതെ മറ്റ് രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായിട്ടൊക്കെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ UN റെഫ്യൂജി ഇയർ ആയിട്ടാണ് 1959-60 ആചരിക്കപ്പെട്ടത്. അതാണ് UN ആദ്യ ഇന്റർനാഷണൽ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, 2027 ആചരിക്കുന്നത് ഇന്റർനാഷണൽ ഇയർ ഓഫ് സസ്റ്റൈനബിൾ ആൻഡ് റെസിലിയന്റ് ടൂറിസം. എന്താണ് റെസിലിയന്റ് ടൂറിസം? അത് മീൻസ് ഡിഫെൻസീവ്, അത് പ്രതിരോധ ശക്തിയുള്ള ഒരു ടൂറിസം എന്ന അർത്ഥത്തോടു കൂടി. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ വയനാട് ലാൻഡ്സ്കേപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് വയനാട് ടൂറിസം ആകെ അങ്ങ് ശോഷിച്ചു പോയി. ഇപ്പൊ പ്രതിരോധ ശക്തിയുള്ള ഒരു ടൂറിസം ആണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കുറച്ച് സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഒക്കെ ഉണ്ടോ, അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. 2026 ആഘോഷിക്കാൻ പോകുന്നത് ഇന്റർനാഷണൽ ഇയർ ഓഫ് ദി വുമൺ ഫാമർ. സ്വാഭാവികമായിട്ടും വുമൻ എംപവർമെന്റ് കാര്യമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കും PSC. ഇനി ഇന്റർനാഷണൽ ഇയർ ഓഫ് വോളണ്ടിയേഴ്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അജണ്ട 2030 ഭാഗമായിട്ട് ഒക്കെ നമുക്ക് അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസന ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ വോളണ്ടിയേഴ്സിന്റെ ഇയർ ആയിട്ട് നമ്മൾ 2026 ആചരിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഇയർ ഓഫ് റേഞ്ച് ലാൻഡ്സ് ആൻഡ് പാസ്റ്ററിൽസ്. എന്താണ് റേഞ്ച് ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ? റേഞ്ച് ലാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൃഗങ്ങളെയൊക്കെ എന്താണ് മലയാളത്തിൽ പറയാ, ഗ്രേസ് ചെയ്യുന്ന ഏരിയ ഉണ്ടല്ലോ, മൃഗങ്ങളെയൊക്കെ ഒന്ന് മൃഗങ്ങൾക്ക് തീറ്റി കൊടുക്കാനും മറ്റുമൊക്കെ മൃഗങ്ങളെ കൊണ്ട് ആക്കുന്ന ഗ്രേസിങ് ലാൻഡാണ് റേഞ്ച് ലാൻഡ്സ് എന്ന് പറയുന്നത്. ഇനി പാസ്റ്ററിൽസ് എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോകുന്ന ആളുകളാണ് പാസ്റ്ററിൽസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇടയന്മാർ എന്ന് പറയും. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള വർഷമായിട്ടാണ്, ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വർഷങ്ങളായിട്ട് 2026 ആചരിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം 2025 എന്താണ്? 2025 ദേ വരാനിരിക്കുകയാണ് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോഓപ്പറേറ്റീവ്സ്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി. ക്വാണ്ടം സയൻസിന്റെ ഭയങ്കരമായിട്ടുള്ള റിസർച്ച് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഗ്ലേസിയേഴ്സ് പ്രിസർവേഷൻ, ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേസിയേഴ്സ് പ്രിസർവേഷൻ, അതായത് ഹിമാലയത്തിലൊക്കെ കാണുന്ന സാധനങ്ങളല്ലോ, ഫ്രോസൺ ആയിട്ടുള്ള സാധനം, അതാണ്. ഇനി ഇന്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ്. ഇത് 4 2025 ആചരിക്കാൻ പോകുന്നത്. 2024 ആചരിക്കുന്നത് ഇന്റർനാഷണൽ ഇയർ ഓഫ് കാമലിഡ്സ് എന്നാണ്. എന്താണ് ക്യാമൽസ് എന്ന് കൊടുക്കാതെ കാമലിഡ്സ് എന്ന് കൊടുത്തേ? കാരണം ഒട്ടക വംശത്തിൽപ്പെട്ട മൃഗങ്ങളുടെ വർഷമായിട്ടാണ് എന്നാണ് അർത്ഥം. ഒട്ടക വംശത്തിൽപ്പെട്ടത് നമ്മൾ ഈ കാണുന്ന ഒട്ടകം മാത്രമല്ല, വേറെ കുറേ ഐറ്റംസ് ഉണ്ട്. ഓക്കെ,
പല തരത്തിലുള്ള ഒട്ടകങ്ങളുണ്ട്. ഇനി 2023 ആഘോഷിച്ചിരുന്നത് ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ടും ഇന്റർനാഷണൽ ഇയർ ഓഫ് ഡയലോഗ് ആസ് എ ഗ്യാരണ്ടി ഓഫ് പീസ് ആയിട്ടുമാണ്. സോ നിങ്ങൾ മറന്നു പോകരുത്, 2027 ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇന്റർനാഷണൽ ഇയർ ഓഫ് സസ്റ്റൈനബിൾ ആൻഡ് റെസിലിയന്റ് ടൂറിസം. അതിനുശേഷം 2026 വുമൺ ഫാർമർ, വോളണ്ടിയേഴ്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, റേഞ്ച് ലാൻഡ്സ് ആൻഡ് പാസ്റ്ററൽസ്. 2025 നിങ്ങൾ കൊന്നാലും മറന്നു പോകരുത്. കോപ്പറേറ്റീവ്സ്, ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി, ഗ്ലേസിയേഴ്സ് പ്രിസർവേഷൻ, പീസ് ആൻഡ് ട്രസ്റ്റ്. 24 കാംബ്രിഡ്സ്. 23 ജസ്റ്റ് നോക്കി വെച്ചാൽ അത് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. മില്ലറ്റ്സ് ആൻഡ് ഡയലോഗ് ആസ് എ ഗ്യാരണ്ടി ഓഫ് പീസ്.